യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിക്ക് പിന്നാലെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ തുറന്ന പോർമുഖം. രണ്ടാം ഘട്ട തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ തിരക്കിനിടയിലും കെ.സി. വേണുഗോപാലും ഗ്രൂപ്പും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഗ്രൂപ്പും പരസ്പരം പോരടിക്കുന്നത് യു.ഡി.എഫ് നേതൃത്വത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ അധികാര വടംവലി മുതലെടുക്കാൻ രമേശ് ചെന്നിത്തല വിഭാഗവും തക്കം പാർത്തിരിക്കുന്നു. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തുറന്നടിച്ചതോടെയാണ് പോര് ആരംഭിച്ചത്. ഈ പരാതി അദ്ദേഹം വെൽ ഡ്രാഫ്റ്റഡ് എന്നാണ് വിശേഷിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ രംഗത്ത് വന്നിട്ടും സണ്ണി ജോസഫ് തന്റെ നിലപാട് മാറ്റാൻ തയ്യാറായിട്ടില്ല. യു.ഡി.എഫിനെ നയിക്കുന്ന രണ്ട് പ്രമുഖ നേതാക്കളുടെ പരസ്യമായ ഈ ഭിന്നത കോൺഗ്രസ് രാഷ്ട്രീയത്തിലും മുന്നണി രാഷ്ട്രീയത്തിലും ഗുരുതരമായ അലയൊലികൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നതിൽ മുൻപന്തിയിലുള്ളത് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഗ്രൂപ്പാണ്. കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ്, എം.പി. ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാന ഭാരവാഹികൾ ഈ വിഭാഗത്തിലാണ്. എന്നാൽ വി.ഡി. സതീശനൊപ്പമുള്ളവരിൽ നിലവിലുള്ള സിറ്റിംഗ് എം.എൽ.എമാരും എറണാകുളം ഡി.സി.സി പ്രസിഡന്റും ഉൾപ്പെടെയുള്ള നേതാക്കളുമാണുള്ളത്. രമേശ് ചെന്നിത്തല വിഭാഗവും എം.എൽ.എമാരുടെയും കെ.പി.സി.സി ഭാരവാഹികളുടെയും ഒരു സംഘവുമായി സജീവമാണ്. ഈ മൂന്ന് കൂട്ടരും ഏറ്റുമുട്ടുമ്പോൾ ഏത് വിഭാഗത്തിന് മേധാവിത്വം ലഭിക്കുമെന്നത് കോൺഗ്രസിന്റെ ഭാവി രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന ഘടകമാകും. രാഹുലിനെതിരായ പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആണെന്ന് മാത്രമല്ല, അതിനു പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറയാൻ സണ്ണി ജോസഫിന് ധൈര്യം ലഭിച്ചത് കെ.സി. വേണുഗോപാലിന്റെ പിന്തുണയിൽ നിന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തി ഷാഫി പറമ്പിലെ എതിർ വിഭാഗം ലക്ഷ്യമിടുന്നു എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് കെ.സി. വിഭാഗം നിലപാട് കടുപ്പിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ചിറകൊടിക്കുക എന്നതാണ് കെ.സി. വിഭാഗത്തിന്റെ പ്രധാന ലക്ഷ്യം. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവരാനും മാങ്കൂട്ടത്തിലിനെ മാറ്റി നിർത്തുന്ന ഒഴിവിലേക്ക് പാലക്കാട് മണ്ഡലത്തിൽ നിന്നും ഷാഫി പറമ്പിലിനെ മത്സരിപ്പിക്കാനും കെ.സി. വിഭാഗത്തിന് പദ്ധതി ഉണ്ടെന്ന് സൂചനയുണ്ട്. യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന നിലപാടിലാണ്. ഇദ്ദേഹത്തെ കെ.സി. വേണുഗോപാൽ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. ആലപ്പുഴ എം.പിയായ കെ.സി. വേണുഗോപാലിന് നിയമസഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ പാർട്ടിയിൽ വലിയ വിഭാഗീയത ഒഴിവാക്കാൻ മറ്റ് ചില എം.പിമാർ കൂടി മത്സരിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട്. അതിനാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം വി.ഡി. സതീശൻ വിഭാഗത്തിനെതിരായ നീക്കങ്ങൾ ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. പുറത്താക്കൽ നടപടി ഉണ്ടായിട്ടും രാഹുലിനെ കൈവിടാൻ കെ.പി.സി.സി നേതൃത്വത്തിന് മടി ഉണ്ടെന്നതിന്റെ സൂചനയാണ് കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പുതിയ പ്രസ്താവന വിലയിരുത്തപ്പെടുന്നത്. വോട്ടർമാർക്കിടയിൽ യു.ഡി.എഫിനെതിരായ വികാരം ഉണ്ടാക്കുമെന്നതിനാലാണ് താൻ ഇതിനെതിരെ നിലപാട് സ്വീകരിച്ചതെന്ന് വി.ഡി. സതീശൻ നേതാക്കളോട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കെ.സി. വിഭാഗത്തിന്റെ രോക്ഷം തണുപ്പിക്കാൻ കാരണമായിട്ടില്ല. തുറന്ന പോരെങ്കിൽ തുറന്ന പോര് എന്ന നിലപാടിലാണ് കെ.സി. വിഭാഗം ഉറച്ചു നിൽക്കുന്നത്. ഇതോടെ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ രൂക്ഷമായ പൊട്ടിത്തെറിയും അധികാര തർക്കങ്ങളും ഉറപ്പായിരിക്കുകയാണ്. രാഹുലിനെതിരായ പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആണെന്ന് മാത്രമല്ല, അത് എങ്ങനെ തന്നെയാണ് നൽകേണ്ടതെന്നും അതിൽ തെറ്റില്ലെന്നും സതീശൻ വ്യക്തമാക്കിയത് കെ.പി.സി.സി അധ്യക്ഷനായ തന്നെ അപമാനിക്കുന്നതിന് വേണ്ടിയാണെന്ന വികാരത്തിലാണ് സണ്ണി ജോസഫ്. ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ വരും മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിച്ചത് വി.ഡി. സതീശന്റെ സമ്മർദ്ദത്താലാണെന്ന് കരുതുന്ന മാങ്കൂട്ടം ഷാഫി അനുനായികൾ വി.ഡി. സതീശനെ നിയമസഭ കാണിക്കില്ലെന്ന വലിയ വാശിയിലാണ്. ഇതിനിടെ ഇപ്പോഴത്തെ വിവാദങ്ങളിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ടെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഒരു പരാതിയുടെ നിയമപരമായ സാധ്യതയെക്കുറിച്ചോ രാഷ്ട്രീയ സ്വഭാവത്തെക്കുറിച്ചോ നേതൃനിരയിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നതും അത് പരസ്യമാക്കുന്നതും മുന്നണിയുടെ പൊതു നിലപാടിനെ ദുർബലപ്പെടുത്തുമെന്നാണ് ലീഗ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പുറത്തു വന്നതിലും വലുത് വരാനുണ്ടെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒളിയമ്പ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും വലിയ ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. മാങ്കൂട്ടത്തിലിനെ തിരിച്ചെടുക്കാൻ വാദിക്കുന്നവർക്കും അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർക്കും കൂടിയുള്ള മുന്നറിയിപ്പാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ പ്രസ്താവനയെ വിലയിരുത്തുന്നത്.